പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എടുത്തിട്ടും അത് ആ രീതിയിലും ഹെൽപ്പ് നമുക്ക് ഉണ്ടാവാറില്ല. ശരി. പിന്നെ അന്ത്യാവോളം നമ്മളെ കുറ്റം പറഞ്ഞ് പഴി പറഞ്ഞിട്ട് ക്രിസ്മസിന് വിളിച്ചു വരുത്തി ക്രിസ്മസ് വിശേഷവും ചോദിക്കും. അതും ഇല്ലേ, ഇപ്പുറത്ത് ശോകം നടത്തും, ഇപ്പുറത്ത് ശോകം നടത്തും. ഇറ്റ്സ് വെരി ഒരു അൺഎത്തിക്സ് ആയിട്ടുള്ള പരിപാടികൾ മാധ്യമങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം. നമുക്ക് കേൾക്കണ്ടോ ശ്രദ്ധിക്കണ്ടോ ഡൗട്ട് ഉണ്ട്. അല്ല, എന്നിട്ട് കുറച്ച് കഴിയുമ്പോ പുള്ളി ഇങ്ങോട്ട് പറയും മറ്റേ അപ്പൊ ആ തുടക്കത്തിൽ അത് പറഞ്ഞ അത് തന്നെയല്ലേ ഇത് അത് ശരി. അപ്പൊ അളിയാൻ മൊത്തം ഇരുന്ന് കേൾക്കണം. അങ്ങനെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ജോസഫില് ചെയ്തിരുന്ന കുട്ടിയല്ലേ മരിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടറിന് പ്രത്യേക ഇഷ്ടം വരും എന്നുള്ള രീതിയിലായിരുന്നു. അത് ജീവിതത്തിലാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇഷ്ടം നല്ലത് പറയും. അതും ആ റൂമില് കൊണ്ട് വരുന്നതും ചിക്കന്റെ കിടക്കണത് അവര് പ്രതീക്ഷിക്കാതെ അപ്പോൾ അവിടെ അറിയൂ പെണ്ണുങ്ങളുടെ അടുത്ത് ആണുകൾ വർക്കാവുന്നില്ലത്. നമ്മുടെ നാട്ടില് പെൺകുട്ടികൾക്ക് അത് പേടിയല്ല ഉണ്ടാവണത്, മറ്റവർക്ക് അതുകൊണ്ടാ. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുള്ളി അത് ചെയ്യാന്ന് പറയുന്നത് കുറെ അപ്രീസിയേഷൻ കിട്ടില്ല ആ മൂവി. പക്ഷെ പുള്ളിയുടെ ഒരു ഫിസിക്സ് വെച്ചിട്ട് അന്ന് പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് നമ്മള് പാഷാണം സാധിച്ചേട്ടനത് ഭംഗിയായിട്ട് ചെയ്യും. പക്ഷെ ഞങ്ങൾ എഴുതുമ്പോ ആദ്യം സലീമേട്ടനായിരുന്നു മനസ്സിൽ, പിന്നീട് സാധിച്ചേട്ടനായപ്പോ കുറെ സാധനങ്ങൾ നമ്മളത് പുള്ളിയുടെ സ്റ്റൈലിലേക്ക് മാറ്റുന്നുണ്ട്. നന്മേനേക്കാൾ കൂടുതൽ നാട്ടില് വിറ്റുവരവുള്ള ഏതാ, ബിസിനസ് പരമായിട്ട് എക്കണോമിക്ക് നല്ലത് ഏതാണെന്ന് പറയണേ. കുറച്ച് ടാക്ടിക്സും കള്ളത്തരങ്ങളും പറ്റിപ്പും ചതിയും ഒക്കെ. ഷൈനും അത്യാവശ്യം അതൊക്കെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് അത്യാവശ്യമില്ല, വളരെ അധികം ഉണ്ട്. അത് ആക്ച്വലി പോസിറ്റീവായിട്ട് തന്നെയാണ്. പോസിറ്റീവായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ചേരയുടെ നാട്ടിൽ നിന്ന് ചേരയുടെ നടുകഷ്ണം തിന്നണം എന്ന് പറയുന്നത് ഈ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വെറുതെ അല്ല. നമുക്ക് 13th നൈറ്റ്, 13ാം രാത്രി. അപ്പോൾ എന്താണ് ഈ 13ാം രാത്രിയിൽ സംഭവിക്കുന്നത്? മനീഷ് ബാബുവിൻ്റെ മൂവിയാണ്. സോ അപ്പോൾ കൂടുതൽ തീർച്ചയായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ ഷൈൻ, യെസ്, വെൽക്കം. ആൻഡ് ഓൾ ടീം ഇവിടെ ഉണ്ട്. മാളവിക ആൻഡ് വിഷ്ണു, ഹലോ. ഹായ്. എന്ത് തോന്നുന്നു? മടുപ്പുണ്ടോ? ഉണ്ട്. ഷൈന് പിന്നെ മടുപ്പില്ലല്ലോ. വെളുപ്പിനെ വരെയൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ. അതെ, പക്ഷെ ഇപ്പൊ അങ്ങനെ ആയി മാറിയില്ലേ? ചിലപ്പോൾ 2 ദിവസവും 3 ദിവസമൊക്കെ ആയിട്ട് ചിലപ്പം പ്രൊമോഷൻസ് വെക്കുമ്പോഴും ചിലപ്പോൾ ഒരു ദിവസം ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നമ്മൾ പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവില്ല സംസാരങ്ങൾ. അതുകൊണ്ട് ഗ്യാപ്പ് എടുക്കണം. റിപ്പീറ്റ് മോഡ് തന്നെ വീണ്ടും, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് സാധനം തന്നെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, ചളിയാണെങ്കിൽ ചളി തന്നെ റിപ്പീറ്റ് ചെയ്യും. അതിനൊരു പരിധി ഇല്ല എന്നല്ലേ? നമുക്ക് തന്നെ അതൊരു എന്റർടൈനിങ് ആവണല്ലോ. അല്ല, ഷൈൻ നേരത്തെ പറഞ്ഞ ഞാൻ ഓർക്കുന്നത്, അതായത് പണ്ടൊക്കെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ അവിടെ ഹാപ്പൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നു, അത് റിലീസാവുന്നു, അത് നല്ല പടമാണ്, അതെ, വന്നിരിക്കുന്നു. അവിടെ ഒരു ലൈവ്ലി ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു ട്രാക്ക് മിസ്സിംഗ് ആണ്. പക്ഷെ അത് തീർച്ചയായും ഷൈൻ പറഞ്ഞിട്ടുണ്ട്, ആ സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ വളരെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട്, അത് ഇപ്പൊ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇപ്പൊ ഇന്റർവ്യൂ മാത്രം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതാണ്, അങ്ങനെയും പാടില്ലല്ലോ. ഷൈൻ ടോം ചാക്കോയുടെ മൂവി കാണുന്നതിൽ ഉപരി ചിലപ്പോൾ ആൾക്കാർ യൂട്യൂബിൽ ഇന്റർവ്യൂസ് കാണുന്നത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ പറയൂ, എന്താണ് ഈ 13th നൈറ്റിൽ സംഭവിക്കുന്നത് വിഷ്ണു? 13ാം രാത്രി പറയും. അത് പരസ്പരം പരിചയം പോലും ഇല്ലാത്ത പല കഥാപാത്രങ്ങൾ ഒരുമിച്ച് ഒറ്റ രാത്രിയിൽ വന്ന് കണ്ടുമുട്ടുന്നതും അവര് അന്യോന്യം അവരുടെയൊക്കെ ജീവിതത്തിൽ കണക്ട് ആവുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിഫറെന്റ് ട്രാക്കുകളായിട്ടാണ് ഇതിന്റെ ഒരു കഥ പറച്ചില്. നോൺ ലീനിയർ പോലെ തുടക്കത്തിൽ തുടങ്ങുകയും പിന്നീട് ഇതെല്ലാം കണക്ട് ആവുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം, ഒറ്റ രാത്രി നടക്കുന്ന ഒരു സംഭവമാണ് 13ാം രാത്രി. ഈ കണക്ട് ആകുന്നത് ഫോർ എ റീസൺ, അതെ, എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ മൂവി. അതെ, അതിന് വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ല ഇവരാരും ഇറങ്ങിത്തിരിക്കുന്നത്, പക്ഷെ അതിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുന്നതാണ്. മാളവിക പറയൂ. യെസ്, ഇതിൽ മൂവിയുടെ അതന്നെയാണ്. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? വേറെ എന്താണ് പറ. മൂവിയുടെ അത് തന്നെ. ഫുഡ് കഴിക്കാതിരിക്കുവാന്നല്ലേ? അല്ലല്ല, ഇല്ല. അല്ല, നമ്മളുടെ 31st ന്യൂ ഇയറിന്റെ തലേന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. പലയിടത്തും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, ചേട്ടൻ പറഞ്ഞ പോലെ, ഒരു ന്യൂ ഇയറിന് ഇപ്പൊ നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഒരു കൊച്ചി സിറ്റി എടുക്കുകയാണെങ്കിൽ പലരും പല
സെലിബ്രേഷനിലായിരിക്കും, പല വിഷമങ്ങൾ ഉണ്ടാവുമായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല എന്തിലൊക്കെയാണ് പലരും ഗോ ത്രൂ ചെയ്യുന്നതെന്നുള്ളത്. ന്യൂ ഇയർ ആണെന്ന് അറിയാതെ പോകുന്നവരുണ്ട്. ഇപ്പൊ അടുത്ത കാലത്താണ് ന്യൂ ഇയർ ഒക്കെ ഒരു വലിയ ആഘോഷമായതല്ലേ, ട്രെൻഡും പരിപാടിയായത്. അപ്പൊ അതില് 3 പേരുടെ ലൈഫ് അവരെ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങള് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോ പറഞ്ഞ പോലെ അവസാനം അത് സംഭവം നമ്മൾ തമ്മിലൊന്നും കണക്ഷൻ ഇല്ല, ബട്ട് എൻഡിങ്ങിലേക്ക് അത് നല്ല രീതിക്ക് ഒരു എങ്ങനെയൊക്കെയോ കണ്ടുമുട്ടുന്നതും നല്ല രീതിയാണ്. അല്ല നല്ല രീതിയിൽ വിഷ്ണു, ഇതല്ലല്ലോ ഒരു കഥ. നിങ്ങൾ ഈ കഥ വേറെ ആയിട്ട് നല്ല രീതിയിലാക്കി വിടുവാണോ? അല്ല അതായത് അല്ല കഥ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമ്മള് കണ്ടുമുട്ടുന്നോണ്ടാണല്ലോ അവസാനം. നല്ലവരായതുകൊണ്ട് എനിക്ക് എങ്ങനെയാ നല്ല രീതി നമ്മളറിയാതെ നല്ലതന്നെ പറഞ്ഞു. നല്ലവരാ, അല്ല നന്മയുള്ളവരാ നമ്മള്. മനസ്സിൽ നന്മയുണ്ടായ പിന്നെ കുഴപ്പമില്ലല്ലോ, അതെ അല്ലേ? എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നുള്ളതുകൊണ്ട് നടക്കില്ല. നന്മയ്ക്ക് അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മള് മാവേലിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ, നാട്ടില് കള്ളവില്ല ചതിയില്ലാതെ ഭരിച്ചോണ്ടിരിക്കുമ്പോ എന്ത് സംഭവിച്ചത്? പുള്ളിനെ വന്ന് ചവിട്ടി താഴ്ത്തി. അപ്പൊ കള്ളവും ചതിയും വേണം നാട്ടില് ഭരണത്തില്. അതുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാട്ട് ഭരിക്കുന്നവരില് അല്ല, അത് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണല്ലോ പുള്ളിനെ മാറ്റിയത്, അല്ലേ? നാട്ടിലതൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ആരും കുറ്റം കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ നന്മേനേക്കാൾ കൂടുതൽ നാട്ടില് വിറ്റുവരവുള്ള ഏതാ? ബിസിനസ് പരമായിട്ട് എക്കണോമിക്ക് നല്ലത് ഏതാണെന്നാ പറയണേ? കുറച്ച് ടാക്ടിക്സും കള്ളത്തരങ്ങളും പറ്റിപ്പും ചതിയും ഒക്കെ. പിള്ളേരെ കുറ്റം പറയേണ്ട കാര്യം ഉണ്ടാ? എന്നിട്ട് ഷൈനും അത്യാവശ്യം അതൊക്കെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് അത്യാവശ്യമില്ല, വളരെ അധികം ഉണ്ട്. വളരെയധികം ഉണ്ട്. അത് ആക്ച്വലി പോസിറ്റീവായിട്ട് തന്നെയാണ്. പോസിറ്റീവായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ചേരേനെ നാട്ടിൽ നിന്ന് ചേരയുടെ നടുകഷ്ണം തിന്നണം എന്ന് പറയുന്നത് ഈ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വെറുതെ അല്ല. ഒന്നാമത് ഈ ഭൂമിയിൽ വരുന്നത് തന്നെ ഒരു കളതര. കാരണം ദൈവത്തിൽ ഇത്ര ഇഷ്ടമുള്ള ഒരു ദൈവത്തിന്റെ അടുത്ത് ഇരുന്നാൽ മതിയില്ലേ? ഇന്നേ ദൈവത്തിൽ നിന്ന് അകന്നു വന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നന്നായി ജീവിച്ച ദൈവത്തിൽ നിന്ന് വിട്ടു നിൽക്കാനല്ലേ താല്പര്യം ഈ ദൈവവിശ്വാസികൾക്ക്? ദൈവത്തിലേക്ക് പെട്ടെന്ന് പോകാൻ ആഗ്രഹമില്ലല്ലോ. ഇഷ്ടമുള്ളവർ അങ്ങനെ പെട്ടെന്ന് പോവല്ലേ വേണ്ടത്? അവർക്ക് ജീവിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ ഇൻട്രസ്റ്റ് ദൈവത്തിലേക്ക് തിരിച്ചല്ലേ പോകേണ്ടത്. ഇത് നിത്യമായ ജീവിതം അല്ലല്ലോ ഇവിടുത്തെ. അപ്പൊ കൂടുതൽ സമയം കളയത് അങ്ങോട്ട് വിടുക എന്നുള്ളതല്ലേ? അത് പറ്റില്ല. ദൈവം അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കട്ടെ, ചിൽ ചിൽ. സ്വർഗത്തിൽ പോണം എല്ലാവർക്കും. എന്നാ പെട്ടത് റെഡി, മരിക്കാൻ റെഡിയാണോ? അല്ല, അത് ഓർക്കണം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ആദ്യം പഠിപ്പിക്കുന്ന കുറച്ച് പാഠങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഫസ്റ്റ് തന്നെ. അപ്പൊ ഹെവൻ അല്ലെ, അവിടെ ചെല്ലുമ്പോൾ അന്നോട്ടെ ഈ പരിപാടികൾ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് ആക്ച്വലി നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? ആക്ച്വലി ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞു വരുന്നവരാ നമ്മള്. അങ്ങനെ പറയും, ദൈവകണികയിൽ നിന്ന് അടർന്നു വീണ കണികയാണ് ഞാൻ. ഗന്ധർവനിൽ പറയുന്നുണ്ടല്ലോ, ഇവിടെ വരുന്നതും സ്ത്രീയിൽ മോഹിതനായി ഇവിടെ കുടുങ്ങി വലഞ്ഞു നടക്കുന്നവനാണ് ഞാൻ. അവന് ലാസ്റ്റ് നരകം കിട്ടും, അതിന്റെ ശാപം കിട്ടും, അതിന്റെ പാപം കിട്ടും, അതിന്റെ പണിഷ്മെന്റ് ഉണ്ടാവും എന്ന് പറയും. ഗന്ധർവനിൽ പറയുന്ന കാര്യം മനുഷ്യന്റെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂ ഇയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ പല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഷൈൻ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം പറയുമ്പോൾ ആ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതികൾ എങ്ങനെയായിരിക്കും? നമ്മൾ അങ്ങനെ ഒരു സാധനം വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യും. നമ്മൾ ഡെയിലി സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ദിവസം കടന്നു പോകണം. എവറി ഡേ ഒരു ദിവസവും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. We must find out the place, time to chill every day. Then only we can work hard tomorrow. അല്ല, ഒരു സ്പെഷ്യൽ ഡേയിൽ മാത്രം ആഘോഷിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഡെയിലി വർക്ക് ഹാർഡ്, ഡെയിലി ചിൽ, ഡെയിലി വർക്ക് ഹാർഡ്, ഡെയിലി ചിൽ. വിഷ്ണു, അപ്പോൾ അതുപോലെ തന്നെ ഈ വിഷ്ണു നിങ്ങളുടെ എഴുത്താണെങ്കിലും കാര്യമൊക്കെ ആണ്. ഇപ്പോൾ കട്ടപ്പന ഹൃതിക് റോഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചിലത് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആലോചിക്കും ഇത് ഏത് ക്യാരക്ടറിന് കൊടുക്കാം എന്ന് തിങ്ക് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതല്ലാതെ നമ്മൾ എഴുതുമ്പോൾ തന്നെ ഇന്ന ആളാണ് എന്ന് നമ്മൾ ഓർത്ത് എഴുതുന്ന ക്യാരക്ടേഴ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ സലിമേട്ടൻ്റെ എനിക്ക് തോന്നുന്നു ആണെന്നാണ് തോന്നുന്നത്. സലിമേട്ടൻ്റെ ഓരോ കാര്യങ്ങളും അതിനകത്ത് മൈൻഡിൽ നിങ്ങൾ എടുത്താണോ ആ സ്ക്രിപ്റ്റ് ചെയ്തത്? അങ്ങനെ തന്നെയായിരിക്കും. ഇന്നസെന്റ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും എഴുതുക. അതെ, പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന ഒരു മീറ്ററും കൂടി മനസ്സിൽ കണ്ട് എഴുതുമ്പോഴാണ് നമുക്ക് ഡയലോഗ്സ് എഴുതാനായിട്ട് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട്. മറ്റത് മെയിൻ ആക്ടർ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ടാവും നമ്മൾ ഡേറ്റിനും നമ്മൾ പറഞ്ഞ അല്ലേ. അതും ഈ പറഞ്ഞ പോലെ ഒരാളെ കണ്ട് എഴുതുമ്പോ കുറച്ചും കൂടി നമുക്ക് അതെല്ലാം വർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇനി അയാൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആക്കുമ്പോൾ അതിനനുസരിച്ച് സ്ക്രിപ്റ്റിലും പിന്നെ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ. പക്ഷെ ഇത് കട്ടപ്പന നോക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി അത് കൺസീവ് ചെയ്തിട്ടുണ്ട്, ഓരോ ചെറിയ കാര്യങ്ങൾ വരെ. ഞങ്ങൾ അമർ അക്ബർ തോണിയില്
സലിമേണ്ണ ഉദ്ദേശിച്ചിട്ടായിരുന്നു ഈ ദുരന്തം പറയണ ക്യാരക്ടർ എഴുതിയത്. പക്ഷെ പുള്ളിയുടെ ഒരു ഫിസിക്സ് വെച്ചിട്ട് അന്ന് പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് നമ്മള് പാഷാണം സാധിച്ചേട്ടൻ ചെയ്തത്. സാധിച്ചേട്ടൻ അത് ഭംഗിയായിട്ട് ചെയ്യും. പക്ഷെ ഞങ്ങൾ എഴുതുമ്പോ ആദ്യം സലിമേട്ടനായിരുന്നു മനസ്സിൽ, പിന്നീട് സാധിച്ചേട്ടനായപ്പോ കുറെ സാധനങ്ങൾ നമ്മളത് പുള്ളിയുടെ സ്റ്റൈലിലേക്ക് മാറ്റുന്നുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. ഇപ്പൊ മാളവിക പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതായത് സിനിമകളുടെ എണ്ണം, അത് പല ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് വേണമെങ്കിൽ പറയാം. ചിലര് സിനിമകളുടെ എണ്ണം മാക്സിമം കൂട്ടുക, അല്ലെങ്കിൽ ഏൺ മോർ ഡു മോർ മൂവീസ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നവരുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് മാളവിക എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. സിനിമയുടെ എണ്ണം കൂട്ടുന്നതിലുപരി ഒന്ന് ഒരു പോപ്പപ്പ് ഫിൽട്ടറൊക്കെ വെച്ച് ഒന്ന് ഒരു കൈൻഡ് ഓഫ് എല്ലാവരും ആണ് എങ്കിലും ഒരു പടി മേളിൽ മാളവിക അങ്ങനെ ചൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ? ഒരുപാട് മേളിലാന്നൊന്നും പറഞ്ഞിട്ടല്ല ഞാൻ ചൂസ് ചെയ്യുന്നത്. മാക്സിമം അല്ല, ഇപ്പോ നമുക്ക് എനിക്കിപ്പോ ഫുൾ എല്ലാ മൂവീസിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരാളല്ല. ഞാനെപ്പോഴും മൂവീസ് അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് വരുന്ന കോളുകളിൽ എനിക്കും കൂടെ അത് കംഫർട്ടബിൾ ആയിട്ട് ആ ടീമായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാം നോക്കിയിട്ട് ചെയ്യുമ്പോൾ എനിക്കത് ഓക്കെ ആണെന്ന് തോന്നുന്നു മാത്രമേ ചെയ്തിട്ടുള്ളൂ ടിൽ നൗ. അപ്പൊ അതിൻ്റെതായ ലിമിറ്റേഷനും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ ചിലപ്പോ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എയിം ചെയ്തിട്ടില്ല ഇത്ര ഫിലിംസ് ചെയ്യണം എന്നൊന്നും അല്ല. ഇപ്പോ ഒരു ഫിലിമാണ് ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൽ എനിക്ക് ഒരു നല്ല കഥാപാത്രം ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോഴും എന്താ പറയാ, ഞാൻ ആഗ്രഹിച്ചതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്റ്റിൽ വാണ്ടിങ് ടു, അതെ ആണ്. ഈ ചില ആൾക്കാരെ അല്ലെ ചില ആർട്ടിസ്റ്റിനെ നമുക്ക് ഒരുപാട് ഇഷ്ടം വരും. ഇപ്പൊ ഷൈൻ ശരിക്കും നോക്കുക ഇന്നസെന്റ് ആയിട്ട് ഒരുപാട് കണക്ട് ചെയ്യുന്നത് അല്ലേ, ആ ഒരു ഇൻഫ്ലുവൻസ്. ഞാനത് സിനിമയിലല്ല, ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യുമ്പോഴല്ല, അല്ലാതെയുള്ള സംസാരങ്ങളിലാണ് അത് കൂടുതൽ. കാരണം ഹ്യൂമർ ചെയ്യാൻ, നമ്മളൊരു തമാശയാണ് അവതരിപ്പിക്കാൻ താല്പര്യം നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇന്നസെന്റ് ആയിട്ടിന്റെ സൗണ്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കാവാൻ ഒരു 50% വർക്കാവും. 50 അല്ല, അതിന് മുകളിലും വർക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ രീതിയിലാണ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവില്ല, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിലാണെങ്കിൽ. അതുകൊണ്ടാണ് ദിലീപേട്ടൻ ചെയ്തിരുന്ന പരിപാടി. ദിലീപേട്ടൻ അധികം ഇന്നസെന്റ് ആയിട്ടിന്റെ സൗണ്ടിലാണ് മിമിക്രി കളിച്ചിരുന്നത്, സ്കിറ്റുകൾ കളിച്ചിരുന്നത്. പിന്നെ അത് നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു സാധനം തൃശ്ശൂർകാരനായതുകൊണ്ടും ആയിരിക്കാം. അതെ, ആ ഒരു സ്ലാങ്ങും ജയജയന്റെ സ്ലാങ് പെട്ടെന്ന് വരൂല്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു പക്ഷെ വേണമെങ്കിൽ അത് മനഃപൂർവ്വം നമ്മൾ അങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അറിയാതെയല്ല ഒന്നും വരുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഒന്നും അറിയാതെയല്ല, നമുക്കറിയാവുന്ന കാലത്തും അറിയാവുന്ന പ്രായത്തിലും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടാക്ടിക്സ് ഉണ്ട്. ആരും ഉപദ്രവിക്കാത്ത പ്രശ്നമാണ്, നമുക്ക് തന്നെയാണ് ഉദ്ധരായിട്ട് വരുള്ളൂ. ഇപ്പം ഇന്നസെന്റ് ഏട്ടൻ അല്ലാതെ വേറൊരാളെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ ഉണ്ടെങ്കിൽ ഷൈൻ ആരായിരിക്കും? ഇന്നസെന്റ് ഏട്ടൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ് തന്നെ. ശരി, കോമഡി പറയുന്ന സമയങ്ങളിലാണ് ഇന്നസെന്റ് ഏട്ടൻ ഇത് വരാറുള്ളൂ. ശരി, അല്ലെങ്കിൽ ലാലേട്ടനാണ്? ലാലേട്ടനാണ് കൂടുതൽ എന്നെ ചെറുപ്പം മുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ പുറത്തെ പെരുമാറ്റത്തിൽ നമുക്ക് വരാറുണ്ട്. പെരുമാറ്റത്തിൽ, ആളുകളോടുള്ള പെരുമാറ്റത്തിൽ ജെനുവിൻ ആവാൻ ട്രൈ ചെയ്യുന്നത്, ശ്രമിക്കുന്നത് മമ്മൂക്കായെ കണ്ടിട്ടാണ്. മനസ്സിലായോ? ആ ഒരു ബിഹേവിയറും. പിന്നെ ഇപ്പൊ മമ്മൂക്കാനെ പോലെ ഒരു ആക്ടർ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്, മമ്മൂക്കയുടെ സെലക്ഷനും ഓരോ പടം കഴിയും തോറും പുള്ളി അപ്ഡേറ്റഡ് ആവുന്നതും കണ്ടിട്ടാണ്. എനിക്കൊന്ന് മമ്മൂക്കയും മമ്മൂക്കയുടെ പടത്തിലൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നല്ലോ, ഈവൻ ബാക്ക് എൻഡിലും ഒക്കെ. അപ്പം ഷൈൻ വരെ മറന്നു പോയിട്ടുള്ള, നമുക്ക് അത്രയും പ്രീതിപ്പെട്ട ഒരാളായിരുന്നില്ല മമ്മൂക്ക. അന്ന് നമുക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടി, ശ്വാസം വിടാതിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഭയങ്കര കൂള്, ഭയങ്കര നമുക്ക് ഭയങ്കര ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി മടിയിലിരുന്ന് തലമുട്ടുന്ന പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്ന് ഷൈൻ മറന്ന ഒരു ഏതോ ഒരു കാര്യം, ഒരു ഫോട്ടോയുടെ കാര്യം വരെ ഒരു ഇന്റർവ്യൂവിൽ മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു. ഇത് ഓർക്കുന്നുണ്ടോ, അന്ന് നമ്മള് ചൂണ്ടയിടുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അപ്പൊ ഷൈൻ ഇങ്ങനെ അതെ അതെ ശരിയാ, അത് വേറെ രാജീവേട്ടൻ അന്നേറസൂലിലേക്ക് വിളിക്കുന്നത് ചൂണ്ടയിടുന്ന ഒരു പരസ്യം ചെയ്തതാണ്. പരസ്യം ചെയ്തത് ഏത് സമയത്തായിരുന്നു? ആ ടൈമിലായിരുന്നു അല്ലേ? അത് മമ്മൂക്ക കണ്ട് മമ്മൂക്കയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. മമ്മൂക്ക ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, മമ്മൂക്ക അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ മുക്കുവനായിട്ടും ഭരതന്റെ പടത്തില്, അമരത്തില്. അപ്പൊ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളും സാദൃശ്യമുള്ള രൂപങ്ങളൊക്കെ വേറെ ആരുകൾ ചെയ്യുന്ന നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധയിൽ പെടും.
നോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ അപ്ഡേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത്. അപ്ഡേഷൻ അതാണ് നോട്ട് ചെയ്യുന്നതുകൊണ്ട്. അല്ലാതെ നമുക്ക് ശേഷം വരുന്നതിനും നമ്മള് അങ്ങനെ നോട്ട് ചെയ്യാതിരിക്കുകയും അത്ര കാര്യമായിട്ട് എടുക്കാതിരിക്കുകയും നമുക്ക് അപ്ഡേഷൻ ഉണ്ടാവില്ല. മമ്മൂക്കയുടെ കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ ഇപ്പം പണ്ട് ഐ മീൻ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഇപ്പം രാപ്പകല്, മായാവി അല്ലേ, കഥ പറയുമ്പോൾ ആ ടൈമിലൊക്കെ മമ്മൂക്കയുടെ കൂടെ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഐ മീൻ ആ ഒരു ഏജ് കാറ്റഗറിയിൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്സും ഇമ്പ്രസ്ഡ് ആവുന്ന ചില ചെറിയ ചെറിയ ന്യൂആൻസ്, ചെറിയ കാര്യങ്ങളുണ്ടാവുമല്ലോ മമ്മൂക്കയുടെ. അതിനുള്ള എന്തൊക്കെ ഇപ്പോഴും ആ സിനിമകൾ കാണുമ്പോൾ ചിലപ്പോൾ ആ മെമ്മറി ഓർമ്മ വരുമായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് എൻ്റെ അടുത്ത് കഥ പറയുന്നുണ്ടോ? അല്ല, പടം ചെയ്യാനായിട്ട് മമ്മൂക്കക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങള് ദുൽഖറിനെ വെച്ചിട്ടൊരു പടം എഴുതി. ആ കഥ മമ്മൂക്കനെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരി. പുള്ളി ശ്രദ്ധിക്കൊന്നുമില്ല. പുള്ളി മൊബൈലൊക്കെ നോക്കിയിരുന്നു. ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നേരെ നോക്കിയിരിക്കാൻ നമുക്ക് ഓർക്കം വരും പെട്ടത്. അല്ല, പക്ഷെ അതങ്ങനെ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ വേറെ ഒന്നിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് അത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ശരി. ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും. അല്ല, അപ്പൊ നമുക്ക് കേക്കണ്ടോ ശ്രദ്ധിക്കണ്ടോ ഡൗട്ട് ഉണ്ട്. അല്ല, അതിന് കുറച്ച് കഴിയുമ്പോ പുള്ളി ഇങ്ങോട്ട് പറയും മറ്റേ അപ്പൊ ആ തുടക്കത്തിൽ അത് പറഞ്ഞതിന്റെ തന്നെ അത് തന്നെയല്ലേ ഇത് ചോദിക്കുമ്പോ അത് ശരി അപ്പൊ മൊത്തം വരുന്ന കേൾക്കണം. അങ്ങനെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ കേൾക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പൊ ആ ടൈമിൽ മെമ്മറി ഇപ്പോഴും ആ സിനിമകൾ കാണുമ്പോ പെട്ടെന്ന് മൈൻഡിൽ വരാറില്ലേ? ഈ മായാവി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിന് ഞാൻ ഒരു സീനിലുള്ളൂ അതില്. പക്ഷെ അത് ചെയ്തപ്പോ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായി കളിക്കിടാന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ആ പടത്തിന്റെ സോങ് എടുക്കാൻ നേരത്ത് പിന്നെ എന്നോട് വരാന്ന് പറഞ്ഞു. എന്തായാലും ആ സോങ്ങിലൊക്കെ ഉൾപ്പെടുത്താലോ. വന്നവിടെ ചെല്ലുമ്പോ നമുക്കടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റി. അപ്പൊ എനിക്ക് ഭയങ്കര അച്ചീവ്മെന്റ് ആയിരുന്നു. അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ പരിപാടിയാണ് അത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇപ്പൊ ആ ടൈമിലാണെങ്കിലും ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗ്രോത്ത് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ക്യാരക്ടർ കൊണ്ടുമാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഈ ലെവൽ ഇന്ന് ഓരോരുത്തർക്കും കൊടുക്കാൻ്റെ സമയങ്ങളിൽ നമുക്ക് കൊടുക്കുള്ളൂ. മനസ്സിലായോ? നമ്മള് എല്ലാം വലിച്ചു വാരി കൊടുക്കുന്നോണ്ട് ഒരാൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. വായം തന്നെ വരുമ്പോ 1 കോടി കാശ് കൊടുത്ത ആരെങ്കിലും വളരുമോ? മനസ്സിലായോ? എപ്പോഴും അത് കൊടുക്കേണ്ട സമയങ്ങളിൽ കൊടുക്കേണ്ട രീതിയിൽ അളവിന് കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ കാരണവന്മാരിൽ നിന്നും പഠിക്കുന്ന കാര്യമാണ്. വെറുതെ പ്രോത്സാഹനം എന്ന് പറഞ്ഞിട്ട് വെറുതെ അതിന് ലാളിച്ച് വഷളാക്കുക എന്നാ പറയാ. ഓവറായിട്ട് കൊടുക്കാതെ അപ്പം ഡിസേർവ് ചെയ്യുന്നത് കൊടുത്തു സ്ഥാനങ്ങൾക്ക് അനുസരിച്ചും അവസ്ഥയ്ക്ക് അനുസരിച്ചും. ആക്ടർ ആയതിനു ശേഷമാണ് മമ്മൂക്കാരെ അടുത്തിരിക്കാനും സംസാരിക്കാനും. അതിന് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ അതിനുള്ള അവസരം തരില്ല. ശരിയാണ്. നമ്മൾ കൊടുക്കില്ല. ആദ്യം തന്നെ മമ്മൂക്കാനെ കാണുന്ന ദിവസം മമ്മൂക്കാരെ അടുത്ത് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു. തോന്നുന്നില്ല, അത് നമുക്ക് തന്നെ കാണുമ്പോ എന്താ ഒരു ഇത് തോന്നില്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് നോട്ട് ചീത്തയൊക്കെ പറയും. നമുക്ക് ആ സിറ്റുവേഷൻ കാണുമ്പോഴേ അറിയാം. അതെല്ലാവർക്കും പറ്റിയത് വരില്ല. അതുപോലെ തന്നെ മാളവിക ഇപ്പം നല്ല സിനിമയുടെ പാർട്ടാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ? ഈ ആ ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ആ ക്യാരക്ടറിന്റെ ദൈർഘ്യം കുറവാണെങ്കിലും നല്ല സിനിമയുടെ ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ ആൾക്കാർ നോട്ട് ചെയ്യുന്നു ഇപ്പം ജോസഫ് പൊറിഞ്ചു അല്ലേ, അത് ഒരു ഇമ്പാക്ട് അടിപൊളിയായിട്ട് തന്നിട്ടില്ല, നല്ല രീതിയിൽ തന്നിട്ടില്ല. തീർച്ചയായിട്ടും നല്ല പോലെ അല്ലേ. ആ ജോസഫിലുള്ള ക്യാരക്ടർ എന്ന് പറയുന്ന കുറച്ച് മിനിറ്റുകളുള്ള ക്യാരക്ടറേ ഉള്ളൂ, മരണപ്പെടുന്നുണ്ട് അതിന് ശേഷം. പക്ഷെ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര്, ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ കൂടുതൽ പലരും എടുത്ത് പറഞ്ഞു ജോസഫില് ചെയ്തിരുന്ന കുട്ടിയല്ലേ എന്നുള്ള രീതിയിലായിരുന്നു. ജീവിതത്തിലാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇഷ്ടം നമ്മളോട് നല്ലത് പറയും. അത് പോയിന്റ് ആണ് കേട്ടോ. അവരെ പറ്റി പറയുമ്പോൾ എന്ത് നല്ല മനുഷ്യനായിരുന്നു, ജീവിച്ചിരിക്കും എടേ ഇടയടി പോടയാടുന്നു ഇങ്ങനെ പറയുന്നവരായിരിക്കും അല്ലേ. അത് ക്യാരക്ടർ സിനിമയിൽ മരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക താല്പര്യം. പണ്ട് നായകന്മാരധികം മരിക്കായിരുന്നു. ലാലേട്ടൻ മരിക്കുന്ന പടങ്ങളൊക്കെ ഹിറ്റാ. ഉണ്ണികളില്ലാതെ പറയാം, 20-ആം നൂറ്റാണ്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. രാജാവിന്റെ മകനിൽ വെടിവെച്ച് ഈ പിന്നെ ഒരു കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ ആ കൂവി തോൽപ്പിക്കുന്ന പരിപാടിയായി. ഹീറോ മരിക്കാൻ പാടില്ല. അതും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളെ മലയാളം സിനിമയിൽ ഹാപ്പൻ ചെയ്യും, തമിഴിലെങ്ങാനും അതോ മരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിയേറ്റർ കത്തിക്കുന്ന സ്കീമിലാണ് ആൾക്കാർ നിൽക്കുന്നത്, ചാർജ്. അപ്പൊ അതും അത് ഫസ്റ്റ് പടത്തിലേ മരിക്കാൻ പറ്റി, ഗദ്ദാമേല്. ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല നമ്മുടെ മരണം. ഷൈനെ എപ്പോഴും കാണുമ്പോൾ 2014 ഇതിഹാസമാണ് മൈൻഡിൽ. നിങ്ങൾ ഫസ്റ്റ് ഡേ
ഞങ്ങൾ പോയി കണ്ട പത്മയില് വൈകുന്നേരം സംതിങ് ഫസ്റ്റ് ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ ഷൈനും ഉണ്ടായിരുന്നു തോന്നുന്ന ടൈമിൽ. അത് ആ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും, കാരണം അത് ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഐ മീൻ ഉൾട്ടയാണ്, പാരലലി വേറൊരു സംഭവം ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുള്ളി അത് ചെയ്യാന്ന് പറയുന്നത് കുറേ അപ്രീസിയേഷൻ കിട്ടില്ല ആ മൂവി ആക്ച്വലി. ഞാനങ്ങ് പറയുന്നില്ലെന്ന്. പക്ഷെ യെസ് അല്ലേ, അതിനേക്കാളും നന്നായി. പക്ഷെ അനുശ്രീയാണ് അവരുടെ ഏരിയ ആയിരുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റ്, ബാലുവിന്റെയും അനുശ്രീയുടെ ഏരിയ. ഇവിടെ കുറച്ച് ഞങ്ങൾ കുറച്ച് ശോകമായിരുന്നു. ഈ പെണ്ണ് ബാലിട്ടാണല്ലോ ഇരിക്കുന്നത്. അതെ അതെ, മറ്റോടത്താണ് ഹ്യൂമർ വർക്ക് ആവുന്നത്. എങ്ങനെയെങ്കിലും ബാലുവിന്റെ കൗണ്ടർ അടി അതോ പെണ്ണിനപ്പുറത്ത് അതും ആ റൂമില് വരുന്നതും അടുത്ത ചിക്കന്റെ കിടക്കണത് അവര് പ്രതീക്ഷിക്കാതെ. അപ്പോൾ അവിടെയാണ് ഹ്യൂമർ. പെണ്ണുങ്ങളുടെ അടുത്ത് ആണ് കിടന്നിട്ട് വർക്കാവുന്നില്ല. അത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് അത് പേടിയല്ല ഉണ്ടാവണത്. മറ്റോടത്ത് നോക്കുമ്പോ മറ്റേ ബാലു ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചോണ്ട് വരുന്നു. ഇത് ഷൈനുമായിട്ട് താമസിക്കുമ്പോ ബാലു എവിടെ എല്ലാം മേടിച്ചോണ്ട് മറ്റോട് വരുമ്പോ നിനക്ക് ബിരിയാണി നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. മറ്റോടത്ത് ആ പെൺകുട്ടികൾ ട്രൈ ചെയ്യുന്നില്ല. ട്രൈ ചെയ്യുന്ന സമയങ്ങളാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയത്. അപ്പോൾ ഈ മൂവി 13-ാം രാത്രി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു സസ്പെൻസ് എന്നുള്ള പരിപാടി ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും കറക്റ്റ് ആയിട്ട് ഇതിൽ അഭിനയിച്ചിട്ടില്ല ഒരുമിച്ച് ആണ്. ഓ, നിങ്ങൾക്ക് കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു? കോമ്പിനേഷൻസ് ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് ഞാനും അതെങ്ങനെ ഞങ്ങൾ കോമ്പിനേഷനിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സീൻസ് അങ്ങനെ ഫുൾ ചെയ്തിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ടാവും, എന്നാലും തമ്മില് പരിചയമില്ലല്ലോ. പരിചയമില്ല. ആ കണ്ടുമുട്ടലുകൾ അവസാനം ഉണ്ടാവുന്ന ഒരു സീക്വൻസുകൾ. ഞെട്ടിക്കുന്ന ട്വിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ അങ്ങനത്തെ പരിപാടിയല്ല. പക്ഷെ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഒരു ബന്ധമില്ലാത്ത, അതായത് നിമിഷ നേരത്തെ പരിചയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയം പോലും ഇല്ല, കണ്ടുപരിചയം മാത്രമുള്ള, അതൊരു ട്രാവലിന്റെ ഇടയിൽ മാത്രം കണ്ടുപരിചയമുള്ള ആൾക്കാർ അന്യോന്യം അവർക്ക് പിന്നീട് ഒരു ആവശ്യഘട്ടത്തിൽ ഉപകരിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറെ നന്മയുടെ എലമെന്റും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ സിനിമയിൽ നമുക്ക് കഥ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ പല ട്രാക്കുകളുടെ മിക്സ്ചറായിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്, പല എക്സ്റ്റെന്റ്. അതെ, അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതിന്റെ ഒരു പോക്ക്. ഓക്കെ, അടിപൊളി. ഇനി ആൾക്കാരത് കണ്ട് മൗത്ത് പബ്ലിസിറ്റിയും ബാക്കി എല്ലാം കൊണ്ട് അത് കിടിലമാകണം. അതെ, അങ്ങനെ ആവട്ടെ. പിന്നെ ഇപ്പം നല്ല സിനിമകൾ ഇറങ്ങിയ തീർച്ചയായിട്ടും പബ്ലിസിറ്റി അല്ല മെയിൻ ആയിട്ട്. ഇപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് വിഷുവിന്റെ വീഡിയോസ് ആണ് അതിന് ഹെൽപ്പ് ആവുന്നത്. ഇന്റർവ്യൂസും ഇത് കാക്കയ്ക്ക് വെച്ച് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ചക്കിനെ വെച്ച് കൊക്കിന് പടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപകരിക്കേണ്ടതാണ് ഇടയ്ക്ക്, അല്ലേ? അത് പക്ഷെ ഉണ്ടാവാറില്ല സാധാരണ. ഇപ്പൊ നേരത്തെ മാളവിക പറഞ്ഞ പോലെ തന്നെ, എല്ലാം ഞാൻ ചോദിച്ച പോലെ തന്നെ, ഷൈനു ഇപ്പം ഒരു പരിധി വരെ ചൂസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ ചൂസ് ചെയ്യാം. ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ ചൂസ് ചെയ്യണം. എങ്ങനെ ഒന്ന് പറയൂ? അത് കാരണം നമ്മളെ ഇവര് പ്രൊമോഷൻ ആണെന്ന് കൊണ്ട് വീഡിയോസ് എടുത്തിട്ടും അത് ആ രീതിയിലും ഹെൽപ്പ് നമുക്ക് ഉണ്ടാവാറില്ല. ശരി. പിന്നെ അന്ത്യാവോളം നമ്മൾ കുറ്റം പറഞ്ഞ് പഴി പറഞ്ഞിട്ട് ക്രിസ്മസിന് വിളിച്ചു എഴുതി ക്രിസ്മസ് വിശേഷവും ചോദിക്കും. അതും ഇല്ലേ, ഇപ്പുറത്ത് ശോകം നടത്തും, ഇപ്പുറത്ത് ശോകം നടത്തും. ഇറ്റ്സ് വെരി ഒരു അൺഎത്തിക്സ് ആയിട്ടുള്ള പരിപാടികൾ മാധ്യമങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ അല്ല പറയുന്നത്, മുൻനിര മാധ്യമങ്ങൾ വെറും തരം താഴ്ന്ന പണിയാണ് കാണിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ അധപതനം ഉണ്ടാവുന്നത് മാധ്യമങ്ങളിലൂടെയാണ്, അതിന് മുന്നേറ്റം ഉണ്ടാവേണ്ടത് മാധ്യമങ്ങളിലൂടെയാണ്. പക്ഷെ അത് പോയിട്ട് ഒരു തരം കഴുതക്കാമെന്ന് പറയില്ലേ, അതാണ് നമ്മളെ ചുറ്റും കാണുന്നത്. കൂടുതലും ഇപ്പുറത്ത് താരങ്ങളെ എല്ലാ പരിപാടിക്കും എഴുന്നള്ളിക്കുകയും ഇപ്പുറത്ത് പഴി പറയുകയും ചെയ്യുന്നത് വളരെ മോശമുള്ള കാര്യം. അത് നമുക്കിടയിൽ മാത്രമാണ് നടക്കുന്നതെങ്കിലും ഓക്കെ, ഈ പറഞ്ഞവരുടെ വീട്ടിലെ അല്ല, ഈ പറഞ്ഞവരുടെ അടുത്താണ് ഈ പരിപാടിയെ നമ്മൾ അന്വേഷിച്ച് പോകണമെങ്കിൽ അന്വേഷിച്ച് പോകണവരെ പോലും കിട്ടില്ല. ഓൺലൈൻ മീഡിയ ആണെങ്കിലും ഓൺലൈൻ മീഡിയ അപ്പൊ അതിനെ എതിർത്ത് പറയാൻ പറ്റാത്തത് എന്താണ്? നിങ്ങൾക്ക് കുറച്ചും കൂടി അടുപ്പുണ്ടല്ലോ നമ്മളായിട്ട്. ഇന്റർവ്യൂസിന്റെ കാര്യം കൂടെ ഞാൻ ചോദിക്കാം. ഇന്റർവ്യൂസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവര് ഷൂട്ട് ചെയ്യുന്ന ഈ പ്രൊമോഷൻ വീഡിയോസ് എന്ത് തരത്തിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു പടത്തിനെ നല്ല പടമാണെങ്കിൽ ശരി,
ഇവര് ഇടുന്ന കണ്ടന്റുകളും ഇടുന്ന തമ്മിലുകളും ഒന്നും അതല്ല. ഓക്കെ, അതായത് അബൌട്ട് ദ മൂവി ഇതിന്റെ പ്രൊമോഷന് എടുക്കുന്ന വീഡിയോസില് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ലേ എടുക്കുന്നുള്ളൂ. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങളെ, ചാനലുകളെയും മാധ്യമങ്ങളെയും ഇതെല്ലാം മെയിൻ മെറ്റീരിയൽസും ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? മൂവി. യെസ്. പിന്നെ എന്തിനാണ് അതില് ഏത് പരിപാടിക്കാണ്, ഉദ്ഘാടനത്തിനാണെങ്കിലും ചടങ്ങിനാണെങ്കിലും ഇത് പഴി പറയാനാണെങ്കിലും ഉപയോഗിക്കുന്നത് നമ്മളെ കണ്ടന്റ്സ് അല്ലേ, വീഡിയോസ്. ഓണത്തിന്റെ തലേദിവസം വരെ പഴി ഓണത്തിന് ഓണക്കോടി വരുന്ന ഫംഗ്ഷൻ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ വെച്ചിട്ട്. പക്ഷെ ഈ പാവം താരങ്ങൾ പോവും, കാരണം അവരിത് പെട്ടെന്ന് മറക്കും. പക്ഷെ ഇത് അനുഭവിക്കുന്ന കുറച്ച് പേരുണ്ട് അതിന്റെ പേരില്, അവർക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോ അവരെ വീട്ടിലെ മോനെ പിടിക്കുന്നു, മോന്റെ പിന്നാലെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ അലമ്പ് പരിപാടികളാ. ഈ അമ്മയുടെ ഷോ നടത്തുന്നതും ഇപ്പുറത്ത് ഇവരെ കുറ്റം പറയുന്നതൊക്കെ ഞാനായിട്ട് കണ്ടോണ്ടിരിക്കുക. അപ്പൊ നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈൻ അതിനെതിരെ എന്താണ് പറയുന്നത്? ശക്തമായിരിക്കണം. യുവാക്കളല്ലേ, അവര് പിന്നെയും പഴയ ആൾക്കാരാണ് വിചാരിക്കണം. പക്ഷെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരല്ലേ. എന്താണ് ശരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത് ഉണ്ടാവുന്നതെന്നും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ വെളിത്തരം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്യാം. ഞാൻ ഇനി ഇന്റർവ്യൂ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞതാ. പക്ഷെ പ്രൊഡ്യൂസേഴ്സ് സിനിമയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ അഭിനയിച്ചു കഴിഞ്ഞാൽ. കാരണം സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഒരുപാട് പരിപാടികൾ അതിന്റെ ബൈ ആയിട്ട് നടക്കുന്നുണ്ട്, പാരലലി അല്ലേ നടക്കുന്നുണ്ട്. അതൊരു വലിയൊരു മാധ്യമം തന്നെയാണ്. ഇവിടെ കണ്ട ചാനലുകൾ വരുന്നതിന് മുന്നേ ഒക്കെ ഉണ്ടായിട്ടുള്ളത് സിനിമ തന്നെയാണ്. ഇനിയിപ്പോ ഫോണിലെ ആപ്പുകളിലാണെങ്കിലും മെയിൻ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാകുന്ന സിനിമ തന്നെയാണ്. ഇപ്പൊ എല്ലാ മീഡിയം എന്ന് പറയുന്നതിലുപരി ചിലപ്പോൾ കുറച്ച് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എല്ലാവരെയും അല്ലല്ലോ പറയുന്നത്. എല്ലാ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് പെരുമാറേണ്ടതും സത്യസന്ധമായിട്ട് പറയേണ്ടതുമായിട്ടുള്ള കുറച്ച് മീഡിയാസ് ഉണ്ട്. നമ്മൾ കാരണവന്മാരെന്ന് പറയില്ലേ, അവരെ കണ്ടിട്ടാണ് നിങ്ങൾ പഠിക്കുക. ഈ ഓൺലൈൻ മീഡിയയിലും ആ വാർത്തകളൊക്കെ അവർ കൊടുക്കാറുണ്ട്. TRP അവർക്ക് അത്യാവശ്യം കയറിയിട്ടുണ്ടോ അതിന്റെ പേരിൽ? പക്ഷെ അത് പറയാൻ മോശത്തരാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.